എന്നോടൊപ്പം ഉള്ളത് അഖിൽ മാരാർ. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ തോറ്റ MLA ആണ്. അന്ന് മുതൽ ഇന്ന് വരെ നിലനിർത്തിയിട്ടില്ല. നിങ്ങളെ ഒരു കൂട്ടം ആൾക്കാർ ടാർഗറ്റ് ചെയ്ത് ഒരു കോമാളിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെന്താ സിയം അങ്ങനെ ഒരു ടോക്ക്? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ എല്ലാം എടുത്തിട്ട് നിങ്ങളെ ഒരു കോമാളിയായിട്ട് പോർട്രേ ചെയ്യാൻ വേണ്ടി നീ വരുമ്പോ തന്നെ ചിരിയോടും കൂടെ ഞാനൊരു കോമാളിയായോടാണല്ലോ കുറെ ആൾക്കാർ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി പലതും കാണുമ്പോൾ തോന്നാം. കോമാളിത്തരം കാണിക്കാൻ ഇവനെ കഴിഞ്ഞേ ഉള്ളൂ. ഞാൻ വെറുതെ ഇപ്പൊ യൂട്യൂബ് എടുത്തിട്ട് അഖിൽ മാരാർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് കിട്ടുന്ന സംഭവങ്ങളാണ്. അതായത് ക്യാപ്ഷൻസ് ഞാൻ വായിക്കാവേ. അതായത് അവർ എന്നെ കുടുക്കിയതാണ്, പക്ഷേ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം. പിന്നെ നീ പ്രസവിച്ചിട്ടുണ്ടോ മാരാറെ? അത് ഞാൻ ഇപ്പൊ കുറച്ച് ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെയുള്ള, അതായത് അഖിൽ മാരാറെ പറ്റിയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും കാര്യമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടോ നാണം കേടാൻ. ടീം നിലനിർത്താൻ നമ്മൾ ഈ വനിതാ വനിതയിൽ ഓരോ പടം റിലീസ് ആകുമ്പോൾ അവിടെ പോയി മതി. അത് ഫെയിമൊക്കെ ഉണ്ടോ? പക്ഷേ അതുമായിട്ട് എനിക്ക് കിട്ടുന്നു വെച്ചതാണല്ലോ. തൃക്കാക്കര തന്നെ താങ്കളുടെ ഒരു മണ്ഡലമായിട്ട് താങ്കൾ മുന്നിൽ കണ്ട് പ്രവർത്തിക്കാനുള്ള എന്തെങ്കിലും പ്ലാനുകൾ അല്ലെ പദ്ധതികൾ മനസ്സിൽ വിഭാവനം ചെയ്തിട്ടുണ്ടോ? അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. തൃക്കാക്കരയിൽ നമുക്ക് ആക്ച്വലി അങ്ങനത്തെ പ്ലാനുകളോ പദ്ധതികളോ ഒന്നും തയ്യാറാക്കി പ്രവർത്തിക്കാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള ഒരു മണ്ഡലമാണ്. ഇവനൊക്കെ ആര് വോട്ട് കൊടുക്കാനാ? സത്യം പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മനഃപൂർവ്വം തോറ്റു കൊടുക്കുന്നതാണ്. ഇവിടെ എന്ത് ചെയ്താലും ഒന്നും ചെയ്തില്ലെങ്കിൽ കോൺഗ്രസേ ജയിക്കുള്ളൂ. പലരും നിങ്ങളെ കളിയാക്കാറുണ്ട്, നിലപാടില്ലാത്തൊരു വ്യക്തിയാണെന്ന് പറയാറുണ്ട്. അത് മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണ്? നിലപാട് കൂടുന്നതുകൊണ്ടാണോ? എന്നെ പൊട്ടനാക്കാണോ? അതാക്കേണ്ട കാര്യമുണ്ടോ? നിലപാടില്ലാത്ത മനുഷ്യൻ.